ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 6000-ഓളം കോടി രൂപ നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കി കേരള ഗവൺമെന്റ്. അതിന്റെ ഒപ്പം തന്നെ അദാനിയുടെ ഭാഗമായി ഏറ്റവും അവസാനം വന്ന കണക്ക് പരിശോധിച്ചാൽ 2497 കോടി രൂപയാണ് അവർ ചെലവാക്കിയത്. 2497 കോടി രൂപയാണ് അദാനിക്ക് ചെലവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന് 6000 കോടി. പക്ഷേ സുന്ദരമായ ഒരു സീപോർട്ട് രൂപം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ആദ്യം മുതലേ കണ്ടു ഈ എയർപോർട്ട് എങ്ങനെയായി, സീപോർട്ട് എങ്ങനെയായിരിക്കണം. എല്ലാ കമ്പനികൾക്കും എല്ലാ കപ്പലുകൾക്കും കയറി വരാൻ സാധിക്കുന്ന ഒരു മൾട്ടി സംവിധാനത്തിന്റെ ഭാഗമാവണം. മൾട്ടി ഓപ്പറേറ്റിംഗ് സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് മത്സരാധിഷ്ഠിതമായ ഒരു തുറമുഖത്തിന്റെ ദൌത്യം നിർവഹിക്കാൻ അതിനാവുക. മാത്രമല്ല, അങ്ങനെ വരുമ്പോഴാണ് കൃത്യമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാവുക. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ്. തുറമുഖം വഴി വരാൻ സാധ്യതയുള്ള ഒരുപാട് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എല്ലാ കമ്പനികൾക്കും എല്ലാ കപ്പലുകൾക്കും നമ്മുടെ തുറമുഖത്തേക്ക് കടന്നു വരാൻ സാധിക്കണം. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി സ്വിറ്റ്സർലൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കമ്പനിയാണ്. അതിന്റെ പേരാണ് MSC. MSCയുടെ ഏറ്റവും വലിയ കപ്പൽ വന്നപ്പോൾ നമ്മളെല്ലാം കാണാൻ പോയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇതാ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നു. ഞാനുൾപ്പെടെ ഞങ്ങളെല്ലാം പോയി കണ്ടതാണ്. MSCയുടെ വലിയ ഇംഗ്ലീഷ് അക്ഷരത്തിൽ MSC എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ബോഡിയിൽ. ഇവിടെ നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും വലിയ കുത്തക കപ്പൽ കമ്പനിയാണ് MSC. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ മഹാഭൂരിപക്ഷവും അവർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത കൊണ്ട് ആ പ്രത്യേകത അടിസ്ഥാനപ്പെടുത്തി MSCക്ക് കൃത്യമായിട്ട് മനസ്സിലായി ലോകത്ത് കൈവശം വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമേത്. MSC എന്ന് പറയുന്ന കുത്തക കപ്പൽ കമ്പനിക്ക് കൈവശം വെക്കാവുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമേത്. സ്വാഭാവികമായിട്ടും അവർ കണ്ടെത്തി അതിലൊന്നാം സ്ഥാനത്തുള്ളത് ഇപ്പോഴാണ് തുടങ്ങിയതെങ്കിലും വിദൂര ഭാവിയിൽ വലിയ വളർച്ച നേടാനാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം വിഴിഞ്ഞം തുറമുഖമായിരിക്കും. വെറുതെ വന്നിട്ടിങ്ങനെ 13,000 കോടി കൊടുത്തതാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അതിനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. 2497 കോടി രൂപ ചെലവാക്കിയിട്ടുള്ള അദാനി അവരുടെ ഷെയറിന്റെ 49% ഷെയർ എന്ന് പറഞ്ഞ ഏതാണ്ട് 50-നടുത്ത് പകുതി അവര് വിറ്റു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCക്ക് എത്ര ഉറുപ്പിക വിറ്റേ ഓർമ്മയുണ്ടോ? നിങ്ങൾക്കറിയോ? ആരെങ്കിലും അത്രക്കാ? നിങ്ങൾ പത്രത്തിൽ എത്ര ദിവസമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്? 13,000 കോടി രൂപ. 13,000 കോടി രൂപയ്ക്ക് വിറ്റത് എത്രയാ?
ആകെയുള്ള അവരുടെ ഷെയറിന്റെ 49%. 49% ഷെയർ വിറ്റതുകൊണ്ട് ഈ ആദായം പൂർണ്ണമായിട്ട് അദാനിക്ക് തന്നെയാണ് കിട്ടുക. ഷെയറിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില പത്രങ്ങളൊക്കെ വന്ന വാർത്ത വലിയ രീതിയിലുള്ള വികസനം വരാൻ പോവുകയാണെന്ന്. എവിടെ വികസനം വരാൻ പോകുന്നത്? ഇത് സ്വന്തം അക്കൗണ്ടിലേക്കാണ് മാറുന്നത്. അദാനിയുടെ 2497 കോടി റുപ്യ ചെലവാക്കി 13,000 കോടി നേടി. ആ 13,000 കോടി നേടുമ്പോൾ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകുന്നു എന്നതാണ് അതിന്റെ കൃത്യമായ അർത്ഥം. കുത്തകക്ക് നൽകുകയാണ്. ഈ കുത്തകക്ക് നൽകുമ്പോൾ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സംവിധാനം തന്നെ ഇല്ലാതാവും. കുത്തകയുടേതാവും, MSCയുടേതാവും. വേറെ കമ്പനികൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കപ്പലുകൾക്ക് വരാൻ സാധിക്കില്ല. ഇവരുടെ കുത്തകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇതിന്റെ അനുബന്ധ സംവിധാനങ്ങൾ നിരവധി രീതിയിൽ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത്, കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ അനുബന്ധ പരിപാടികൾ മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തന്നെ പ്രധാനപ്പെട്ട 5 മേഖലയിൽ, ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല, 5 മേഖലയിൽ അതെല്ലാം നിൽക്കും. നമ്മൾ കെട്ടിപ്പൊക്കാൻ ആഗ്രഹിച്ച വികസനത്തിന്റെ സ്വാഭാവിക വളർച്ച പൂർണ്ണമായിട്ടും മുരടിക്കും. എല്ലാം പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ സാധിക്കുന്നത് ഈ MSCയുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കും. ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തുക, അദാനിക്ക് വേണ്ടി, MSCക്ക് വേണ്ടി, ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വേണ്ടി നമ്മുടെ തുറമുഖം പൂർണ്ണമായിട്ട് പണയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇനി ഇതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ സ്വാഗതപ്രാസംഗികം തന്നെ പറഞ്ഞു. അതിന്റെ വകുപ്പും കാര്യങ്ങളെല്ലാം നമ്മളുണ്ടാക്കിയ കരാറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖണ്ഡികയായിട്ട്. അതിൽ പറഞ്ഞത് ഇതിന്റെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനായിരിക്കും എന്നതാണ്. ഗവൺമെന്റിനാണ് ഉടമസ്ഥാവകാശം, അതോറിറ്റി. ഇതിന്റെ ഭാഗമായിട്ട് ഷെയർ വിൽപ്പന നടത്തുമ്പോൾ 25% വരുന്ന ഷെയർ വിൽക്കുമ്പോ അതോറിറ്റിയുടെ സമ്മതം വാങ്ങണം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മതം വാങ്ങണം.